നമഃശിവായ. രാമായണ പുണ്യം. മലയാള കലണ്ടർ അനുസരിച്ച് വർഷത്തിലെ അവസാനമാണ് കർക്കിടകം. കർക്കിടകം കനത്ത മഴയുടെ മാസമാണ്. മേഘാവൃതമായ മാനവും തോരാത മഴയും ഭൂമിക്ക് ഫലഭൂയിഷ്ഠത തരുമായിരുന്നെങ്കിലും ഭൂതലവാസികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഈ വർഷത്തെ അതിവർഷം. വയനാട് ദുരന്തം ജീവിതത്തിൽ നാം കണ്ട പ്രളയമാണ്. അതിവർഷം ആ ഭൂമിയിലെ ജീവജാലങ്ങളെ എവിടേക്ക് കൊണ്ടുപോയി? എല്ലാവരെയും ദുഃഖലോകങ്ങളിലാക്കിക്കൊണ്ട്. മനുഷ്യരും പക്ഷിമൃഗാദികളും ഇഴജന്തുക്കളുമൊക്കെ ഒരുപോലെ കഷ്ടപ്പെടുന്ന വേള. മനുഷ്യരും വളർത്തുമൃഗങ്ങളും എളുപ്പം രോഗബാധിതരാകുന്നു. വീട്ടിനകത്തേക്ക് ഇഴജന്തുക്കൾ അഭയാർത്ഥികളായി വരുന്നു. പുഴകളിലൂടെ വന്യമൃഗങ്ങളുടെ മൃതശരീരങ്ങളും കടപുഴകി വീണ വൻമരങ്ങളുമൊക്കെ ഒഴുകി വരുന്നു. കാക്ക പോലും കരയാതെ സ്തബ്ധത ബാധിച്ച ദിനങ്ങൾ. ഇവയെല്ലാം കാഴ്ചവെച്ചിരുന്ന കർക്കിടക മാസത്തെ മലയാളികൾ ഒരു വിശേഷം കൂടി ചേർത്തു. കള്ളക്കർക്കടം എന്നാണ് വിളിച്ചിരുന്നത്. മലയാളികൾക്ക് കർക്കിടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു. ദൈന്യം ബാധിക്കുമ്പോൾ മനുഷ്യൻ എവിടെയാണ് ആശ്വാസം തേടുക? ദീനബന്ധുവിൻ്റെ സന്നിധിയിൽ. രോഗവും ദുരിതവും ദാരിദ്ര്യവുമൊക്കെ കാഴ്ചവെക്കുന്ന കർക്കിടകത്തിലും നമ്മൾ അതാണ് ചെയ്തു വന്നത്. ആർത്തന്മാർക്ക് ആർത്തിനാശനവും ഭീതന്മാർക്ക് ഭയനാശനവും അരുളുന്ന ഭഗവാന്റെ ചരണവും ചരിതവും കർക്കിടത്തിൽ നമുക്ക് ആശ്രയമായി തീർന്നു. ദുഃഖങ്ങളെ സ്വയം വരിച്ചു അവയ്ക്കു നടുവിലും പൗരുഷം വെടിയാതെയും പുഞ്ചിരി മായാതെയും സൂക്ഷിച്ച് മർത്യർക്കു മാർഗദർശകനായി മാതൃകാ പുരുഷോത്തമനായി അവതരിച്ച ശ്രീരാമചന്ദ്രന്റെ ലീലാ കഥാരസാസ്വാദനത്തിലൂടെ നാം കർക്കിടകത്തിൻ്റെ കഥനങ്ങൾ അകറ്റിപ്പോന്നു. ഭുവനപാവനിയാണ് രാമകഥ. ഭുവനപാവനിയാണ് രാമകഥ. പർവ്വതതുല്യം ഔന്നിത്യം പേറുന്ന വാൽമീകി മഹർഷിയിൽ നിന്ന് ആവിർഭവിച്ച് സാഗരതുല്യം ആഴവും പരപ്പവുമുള്ള ശ്രീരാമചന്ദ്രനിലേക്കൊഴുകുന്ന രാമായണ കഥ ഒരു മഹാനദിക്ക് തുല്യമാണ്. അത് ഈ ലൗകിക ജീവിതത്തെ പാവനമാക്കുന്ന പവിത്ര തീർത്ഥമൊഴുകുന്ന പുണ്യനദിയാണ്. ലോക ജീവിതത്തെ പാവനമാക്കുന്ന പവിത്ര തീർത്ഥമൊഴുകുന്ന പുണ്യനദിയായാണ് ഇവിടെ രാമകഥയെ താരതമ്യപ്പെടുത്തിയത്. വാൽമീകിഗിരി സംഭൂത രാമസാഗരഗാമിനി പുനാദിഭുവനം പുണ്യ രാമായണ മഹാനദി. രാമായണം നിർവഹിക്കുന്ന ലോക പവിത്രീകരണ ദൗത്യം മഹത്തരമായ ഒന്നാണ്. നദികൾ ലോകത്തിന് ചെയ്യുന്ന നന്മയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഭൂമിയിലെ ജീവനു നിദാനമായ ജലം നൽകുന്നത് നദികളാണ്. ഭൂതലത്തിലുള്ള വൻകരകളിലെല്ലാമായി അനേക സഹസ്രം നദികൾ ഒഴുകുന്നത് കൊണ്ടാണ് മണ്ണിൽ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുന്നത്. മനുഷ്യ സംസ്കാരങ്ങൾ രൂപം കൊണ്ടത് നദീതടങ്ങളിലാണ്. കൃഷിയും കച്ചവടവുമൊക്കെ നദികളെ ആശ്രയിച്ചാണ് അഭിവൃദ്ധി പ്രാപിച്ചത്. ഭാരതത്തിലെ മഹത്തായ ദർശനങ്ങൾ ഉരുത്തിരിഞ്ഞ കൃഷി കവാടങ്ങൾ മുഖ്യമായും നദീതീരങ്ങളിലായിരുന്നു. നദികൾ നമുക്ക് ചെയ്യുന്ന പവിത്ര ദൗത്യം അനുസ്മരിച്ചും കൊണ്ട് മേൽപ്പറഞ്ഞ ശ്ലോകം രാമായണത്തെയും ഒരു മഹാനദിയോട് തുലനം ചെയ്യുന്നു. പുണ്യപൂരിതമായ രാമതീർത്ഥം ഒഴുകുന്ന നദിയായി രാമായണത്തെ ചിത്രീകരിക്കുന്നു. പുണ്യപൂരിതമായ രാമതീർത്ഥം ഒഴുകുന്ന നദിയായി രാമായണത്തെ ചിത്രീകരിക്കുന്നു. ഇനി രാമായണ പുണ്യം നമുക്ക് പകരുന്നതെങ്ങനെ? രാമായണം പുണ്യം പകരുന്നതെങ്ങനെ? രാമായണം രാമന്റെ ചരിതമാണ്. ആരാണ് രാമൻ? വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ തന്നെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്നെ ദശരഥപുത്രനായ മനുഷ്യനായിട്ടാണ് കാണുന്നത്. രാമായണ ആരംഭത്തിൽ വാൽമീകി സർവഗുണസമ്പന്നനായ മനുഷ്യനെക്കുറിച്ച് നാരദനോട് ആരായുമ്പോൾ മാതൃകാ പുരുഷോത്തമൻ എന്ന നിലയിലാണ് നാരദൻ ശ്രീരാമചന്ദ്രനെ അവതരിപ്പിക്കുന്നത്.
തുടർന്ന് രാമായണത്തിൽ വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, അത്രി, സുധീഷ്ണൻ തുടങ്ങിയ ഋഷിവൃന്ദം രാമനെ സാക്ഷാത് ജഗദീശ്വരനായ വിഷ്ണുവിൻ്റെ അവതാരമായി കാണുന്നു. യോഗികൾ രാമനെ ആത്മസ്വരൂപമായി കാണുന്നു. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ രാമൻ മാതൃകാ പുരുഷോത്തമനും സർവനിയാമകനായ മഹേശ്വരനും സർവാന്തര്യാമിയായ ആത്മാവുമൊക്കെയാണെന്ന് സിദ്ധിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള രാമൻ്റെ സ്വരൂപഭാവങ്ങളും ജന്മകർമ്മങ്ങളും ഗുണഗണങ്ങളുമാണ് രാമായണം വർണ്ണിക്കുന്നത്. അതുകൊണ്ട് രാമായണം ആസ്വദിക്കുന്നവർക്ക് മനുഷ്യത്വ ആദർശവും ഈശ്വരജ്ഞാനവും ആത്മബോധവുമൊക്കെയാണ് പകർന്നു കിട്ടുന്നത്. ഇവയിലൂടെ രാമായണം അനന്ത പുണ്യം പകരുന്നു. നാമസങ്കീർത്തനം രാമായണത്തിലൂടെ നമുക്ക് സിദ്ധിക്കുന്നതെങ്ങനെ? മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ദുർഗുണ ദുർവാസനകളെ അകറ്റി അവന് ശുദ്ധിയുടെ പുണ്യം പകരുന്ന പവിത്ര സാധനയാണ് നാമസങ്കീർത്തനമെന്ന് ആചാര്യന്മാരെല്ലാം ഉദ്ഘോഷിക്കുന്നു. വിശിഷ്യ കലിയുഗത്തിൽ സർവർക്കും പിന്തുടരാവുന്ന പുണ്യ സാധനയാണ് നാമസങ്കീർത്തനം. ഇക്കാലത്ത് നാമജപത്തിനുള്ള പ്രാധാന്യം നമ്മുടെ അമ്മയും എടുത്തു പറയുന്നുണ്ട്. ഇത്തരുണത്തിൽ രാമായണത്തിൻ്റെ മഹത്വം ഒന്നുകൂടി തെളിയുന്നു. രാമായണത്തിൽ അങ്ങോളം ഇങ്ങോളം ഭഗവത് നാമകീർത്തനം നിറഞ്ഞ വരികളുടെ ഒരു ഘോഷയാത്ര തന്നെ നമുക്ക് കാണാൻ കഴിയും. രാമായണം പാരായണം ചെയ്യുന്നവർക്ക് തങ്ങൾ നാമപാരായണമല്ലേ ചെയ്യുന്നത് എന്ന പ്രതീതിയാണ് പലപ്പോഴും ഉണ്ടാകുക. ഇവിടെ രാമായണം ഹിന്ദിയിൽ വിവർത്തനം ചെയ്ത മഹാഭക്തകവി തുളസീദാസിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത്, രാമായണം രാമനാമം നിറഞ്ഞതാകയാൽ എൻ്റെ ഉള്ളിലെ ഇരുട്ടു മാറാനായി ഞാനത് ഭാഷയിലേക്കാക്കി എന്നാണ്. മത്വാം തദ് രഘുനാഥനാമനിരഥം സ്വാന്തസ്ഥമ ശാന്തയേ ഭാഷാബന്ധമിതം ചകാര തുളസീദാസ തഥാ മാനസം. നാമസാധനയ്ക്ക് വഴിയൊരുക്കിയും രാമായണം പുണ്യം പകരുന്നു എന്ന് സാരം. ഹരി ഓം നമഃ ശിവായ.